വളരെ ബോറിംഗ് ആയിട്ടുള്ള വെള്ള ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പലരും നിർദ്ദേശിച്ചിട്ടുണ്ട്. മാറ്റാനുള്ള ശ്രമങ്ങളിലാണ്. പെയിന്റ് അടിക്കണം, എന്തെങ്കിലും ഒരു ഡിസൈൻ വെക്കണം, ഒരു ചെറിയ റാക്കെങ്കിലും സെറ്റ് ചെയ്യണം, 4 പുസ്തകമെങ്കിലും അവിടെ വെക്കണം, എന്തെങ്കിലും സാധനങ്ങൾ വെക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അത് ഞാൻ എങ്ങനെയെങ്കിലും ചെയ്യാം. വളരെ ക്വാളിറ്റി കുറഞ്ഞ സൗണ്ട് സിസ്റ്റം, കിട്ടിയ മൈക്ക് വളരെ വില കുറഞ്ഞുള്ളൊരു മൈക്കാണ്. നല്ല മൈക്കൊക്കെ ഞാൻ നോക്കിയപ്പോൾ 10,000-4,000-5,000 രൂപയൊക്കെ ആകും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വരുമാനമൊന്നും ഇതിൽ നിന്നില്ല. മാത്രമല്ല മൊത്തത്തിലുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാണ്. പിന്നെ എൻ്റെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടും എൻ്റെ വീഡിയോകൾ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും, എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു. ഇത് പറയണം എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കും. പക്ഷെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് കിട്ടുമ്പോൾ അത് പറയാൻ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ സബ്ജക്റ്റിലോട്ട് എത്താൻ പറ്റാതായിപ്പോ. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാണ് എന്ന് പലരും പറയുന്നു. പക്ഷെ ഒരു കാര്യം കൺവേ ചെയ്യാൻ നേരത്ത് പലതും കൂട്ടിച്ചേർത്ത് ലിങ്ക് ചെയ്ത് പറയുക എന്നതാണ്. എനിക്ക് ഓരോ സബ്ജക്റ്റുകൾ കിട്ടുമ്പോൾ ആ സബ്ജക്റ്റിനെ പറ്റി വീഡിയോ ചെയ്യാം എന്ന് പലപ്പോഴും പലരും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും അത് അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലായില്ല. ഇപ്പൊ ഉദാഹരണത്തിന് സർദാർ സരോവർ ഡാമിനെ പറ്റിയോ അല്ലെങ്കിൽ അവിടെയുള്ള കനാൽ ശൃംഖലകൾക്ക് നരേന്ദ്രമോദി എങ്ങനെയാണ് അത് നടപ്പിലാക്കിയതിനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്താൽ ചിലപ്പോൾ ആരും കണ്ടെന്ന് വരില്ല. മാത്രമല്ല അത് ആർക്കും അത് മനസ്സിലാകത്തുമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിനെതിരെ നടക്കുന്ന കുറേ പ്രവർത്തനങ്ങളുണ്ട്. ഈ സാധനങ്ങളും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ മാത്രമേ നിലവിൽ നമ്മുടെ BJP ഭരണകൂടമായാലും നമ്മുടെ സർക്കാരുകളായാലും എങ്ങനെയാണ് ഇതിനെയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അങ്ങനെ പോകേണ്ട ആവശ്യം എന്ത്, ആരാണ് ഈ കള്ളന്മാർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് മിക്കപ്പോഴും പ്രത്യേകം ഒരു പ്രോജക്റ്റ് എടുത്തിട്ട് 5 മിനിറ്റോ 10 മിനിറ്റുള്ള ഒരു വീഡിയോ ചെയ്യാതെ ഒരു ക്രിട്ടിക്കലായിട്ട്, ഒരു സ്പെസിഫിക് ആയിട്ട് നമ്മുടെ രാജ്യത്തെ ആക്രമിക്കാൻ വരുന്ന ഒരു കീടം, ആ കീടം ഏത് ഇനത്തിൽപ്പെട്ടതാണെന്നും ആ കീടത്തിനെ എങ്ങനെ മനസ്സിലാക്കണമെന്ന് നല്ല ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ 3-4 സബ്ജക്റ്റുകൾ ഒരുമിച്ച് ചെയ്യുന്നത്. വ്യൂ കൂടാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോകൾക്കും പല വ്യൂ വരുമ്പോൾ അത്രയും ആൾ വരുമല്ലോ എന്ന് ഓർത്ത് നമുക്ക് പല സബ്ജക്റ്റും പല വീഡിയോ ചെയ്യാം. പക്ഷെ അത് വേണ്ട, അത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ സ്വാർത്ഥത പോലെ ആയിപ്പോകും. ജനങ്ങൾക്ക് അത് മനസ്സിലാകണമെങ്കിൽ ഇതെല്ലാം എങ്ങനെ ലിങ്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് കൂടി നിങ്ങൾ അറിയണം. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന സബ്ജക്റ്റ് കുറെ കാലമായിട്ട് വിസ്മൃതിയിലാണ്ടുപോയ, ഇപ്പോൾ വീണ്ടും അവിടെ ഇവിടെയൊക്കെ പൊങ്ങി വരുന്ന നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ പറ്റിയാണ്. എനിക്ക് ഈ സാധനം വന്ന് 2-3 ദിവസം കഴിഞ്ഞാണ് അറിവ് തന്നെ കിട്ടിയത്. ഇങ്ങനൊരു സാധനം വന്നു. അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അവർക്ക് 10 കോടിയോ 20 കോടിയോ 1500 കോടിയോ 12,000 കോടിയോ ഒക്കെ ഫോളോവേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒന്നും പറയണ്ട, മോദി തീർന്ന് എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പൊ ഒരുപാട് നമ്മൾ വീഡിയോ ചെയ്തതാ, ഇതിനു വേണ്ടി ഈ സാധനം ഇല്ല. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരാനുണ്ട്. അതായത് എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരു സുഹൃത്തിനെ ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ നാട്ടിലെ കുറെ സാഹിത്യ കൊണാണ്ട്രികൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തിരി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർ, 4 പേര് അറിയുന്ന ആൾക്കാർ, സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അതുപോലെ വലിയ അവാർഡുകൾ വാങ്ങിച്ചിട്ടുള്ള എഴുത്തുകാർ, മറ്റുള്ള ആൾക്കാർ, ഇവരൊക്കെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭരണകൂടത്തിനെതിരെ, മോദിക്കെതിരെ, അമിത്ഷാക്കെതിരെ, ഭാരതത്തിനെതിരെ, നമ്മുടെ ജനാധിപത്യത്തിനെതിരെയൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പട്ടീര വില പോലും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഐറ്റങ്ങളോട് ആദ്യം പറഞ്ഞു കൊടുക്കണം. ഇവരൊക്കെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഒരു ഉപയോഗമില്ല എന്നും, ഇവരൊക്കെ ഇക്കണ്ട കാലം മുഴുവൻ ഈ രാജ്യത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നിട്ടും, എന്തെല്ലാം ഭീകരാക്രമണങ്ങൾ നടന്നിട്ടും, എന്തെല്ലാം അഴിമതികൾ നടന്നിട്ടും, തൊഴിലില്ലായ്മ ഉണ്ടായിട്ടും ഒക്കെ തന്നെ വായും അടച്ചു വെച്ച് മിണ്ടാതിരുന്നവന്മാർ ഇപ്പോൾ നിലവിൽ പശു, അയോധ്യ രാമക്ഷേത്രം, ജയ് ശ്രീറാം, ജയ് സംവിധാൻ എന്നൊക്കെ പറഞ്ഞിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവറ്റകളുടെ വാക്കുകൾക്ക് പട്ടി വില കൊടുക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു എന്നും, യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന ഒരു വലിയ യുവജനത ഈ രാജ്യത്ത് ഉണ്ട് എന്നും ആദ്യം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് സോനം വാങ്ചുക്കിലേക്ക് വരാം. സ്വർണ്ണച്ചുക്ക്, അങ്ങനെ ഒരു ചുക്കുണ്ട്. ഇതിപ്പോ അവിടെ പട്ടിണി കിടക്കണം, അതവിടെ പട്ടിണി കിടന്ന് ചാകത്തേ ഉള്ളൂ. നരേന്ദ്രമോദി ഇത്തരം ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ആന്തോളൻ ജീവികൾ. അതിനെ പറ്റി ഞാൻ കാര്യത്തിലോട്ട് വരാം. ഇപ്പൊ ഇയാള് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി, ഇപ്പൊ 18 ദിവസമായിട്ട് ആയെന്ന് തോന്നുന്നു. ഈ 18 ദിവസം വരെ ആരെങ്കിലൊക്കെ വരും, എന്തെങ്കിലൊക്കെ വരും, പറയും എന്നൊക്കെ കരുതി ഇവർ കുറെ കിടന്നു. ഈ ചെറുക്കനുണ്ടല്ലോ, എന്താ എന്റെ പേര്, അഭിജിത്ത് ദീപ്കെ, പുള്ളിയുടെ വിചാരം പുള്ളി അമേരിക്കയിൽ നിന്ന് വന്നപ്പോഴല്ല അവന്മാർ അവിടെ നിന്ന് അടിച്ചിറക്കിയപ്പോ ഇന്ത്യയിലോട്ട് വന്നു കയറുന്നു, താനൊരു വലിയ വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ വരുമ്പോഴേക്കും ഇന്ത്യ ഗവൺമെന്റ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, വീരരാകുന്നു, വീരനായകനായി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങോട്ട് തള്ളണ്ടേ? പുള്ളി ഡൽഹിയിൽ വന്നു, സമരം ചെയ്ത് അപ്പം തന്നെ തല ഇറങ്ങി വീണ്, അയ്യോ അമ്മേ വീണ്.
ആൾക്കാരെല്ലാം കൂടെ എടുത്ത്, അല്ലെങ്കിൽ അവൻ ചത്തുപോയനെ, എടുത്ത് കാറിന്റെ അകത്ത് കൊണ്ടുപോയി AC ഒക്കെ ഇട്ട് ഇരുന്ന് അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഇവരാദ്യം തുടങ്ങിയത് എന്താണ്, ജനാധിപത്യം, അതിനെ സംരക്ഷിക്കുക, അതൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയെങ്കിലും ഈ ഇടയ്ക്ക് വെച്ച് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പർ ചോർച്ച വന്നപ്പോൾ ഇവരുടെ ലക്ഷ്യം അതായി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അപ്പോ സത്യം പറഞ്ഞാല് ഏകദേശം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ട സമയമായി. അതിന്റെ എല്ലാ വർഷവും ഒരു നോർമലായിട്ട് അതങ്ങനെ നടക്കുന്നതാണ്. ഇതിങ്ങനെ നടത്താം എന്ന് കരുതി മോദി ഇരിക്കുമ്പോഴാണ് ഇവന്റെ സമരം. അപ്പൊ പിന്നെ മോദി കരുതി എന്നാ പിന്നെ വേണ്ട. കാര്യം ഈ പണ്ട് തൊട്ടേ ഇവന്മാരുടെ സ്വഭാവം ഇതാണ്. ഇതെന്തെങ്കിലും അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും, ഇന്ന രീതിയിലായിരിക്കും ഇത് പോവുക. അപ്പോൾ ഇവർ സമരം ചെയ്യുന്നു, അത് സാവധാനം സംഭവിക്കുന്നു, അത് എന്റെ സമരത്തിന്റെ ഗുണം കൊണ്ടാണ് എന്ന് ഇവർ വരുത്തി തീർക്കും. അത് ഇവന്മാരുടെ എല്ലാം ടെക്നിക്കാണ്. അങ്ങനെ ഇവ അവിടെ പോയി കിടന്ന് സമരം ചെയ്തു, ഒരാൾക്കും അനക്കമില്ല. സമരം ചെയ്യാനുള്ള അനുമതി തരില്ല എന്ന് കരുതി അതിന് അനുമതിയും കൊടുത്തു, സംരക്ഷണവും കൊടുത്തു. വൻ കോമഡി എന്താ വെച്ചാൽ അവിടുത്തെ ഒരു പോലീസുകാരൻ ഈ അടുത്ത് അവിടുത്തെ സുരക്ഷയൊക്കെ പരിശോധിക്കാനായിട്ടൊന്ന് അവരുടെ സമരം നടക്കുന്ന പ്രദേശത്തേക്ക് വന്നു. ഉടനെ ഇവൻ പോയി കാല് വീണു. അയ്യോ ചേട്ടാ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, മറ്റേ ജഗതി ചേട്ടന്റെ ഡയലോഗ് ഉണ്ടല്ലോ, എന്നെ വിട് ദമയന്തി, എന്നെ വിട് ദമയന്തി. അതുപോലെ ഇവൻ ഈ കാലി വീണിട്ട് ഉള്ളവ് എന്താണ് ഈ ചെറുക്കൻ കാണിച്ചു കൂട്ടുന്നത്, എന്റെ പൊന്നു ദൈവമേ. അങ്ങനെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമിത്ഷാ FCRA നിയമം കൊണ്ടുവരുന്നത്. അത് ആദ്യം കൊണ്ടുവന്നു. കേരളത്തിലൊക്കെ ഇലക്ഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള അച്ചായന്മാരെല്ലാം ചാടി ഇറങ്ങി. എനിക്ക് ഇന്നും അതിന്റെ ഗുട്ടൻസ് മനസ്സിലായില്ല. ഇവന്മാരൊക്കെ കള്ളന്മാരായതുകൊണ്ട് ചാടി ഇറങ്ങിയതാണോ അതോ അവരെ മാത്രമേ ബാധിക്കുള്ളൂ എന്ന് കരുതിയോ? NGOകളുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 10% പോലും അവരുടെ സംഘടനകളില്ല. പിന്നെ എന്തിനാണ് അവർ വിഷമിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായിക്കൊണ്ട് പോട്ടെ, ഈ FCRA കൊണ്ടുവന്നു. ഈ FCRA കൊണ്ടുവന്നപ്പോൾ ഈ സോനം വാങ്ചുക്ക് പണ്ട് ലഡാക്കിൽ ഒരു ജൻസി കലാപം ഉണ്ടാക്കിയായിരുന്നു, ചേട്ടയാ. അപ്പൊ ഇയാൾ അവിടെ ഒരു കലാപം ഉണ്ടാക്കുകയും ഇതിന്റെ പേരിൽ ഗവൺമെന്റ് തൂക്കിയെടുത്ത് അകത്തിടുകയും ചെയ്തു. പുള്ളിയുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, സെക്മോൾ, SECMOL എന്ന് പറയുന്ന സംഘടന. ഈ സംഘടനയ്ക്ക് അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും പിന്നെ വേറെ ഏതൊക്കെയോ കൊണാണ്ട രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വൻതോതിൽ ഫണ്ട് വരുന്നു. ഈ ഫണ്ട് ഇവർ എന്ത് ചെയ്യുന്നു, എങ്ങോട്ട് എടുക്കുന്നു എന്നതിനെ പറ്റി വ്യക്തമായ രേഖകളൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ ഇതിന്റെ FCRA ലൈസൻസ് കട്ട് ചെയ്തു. അപ്പോഴാണ് അണ്ണന് ചൂടടിച്ചത്. എന്ത് ചെയ്യുമെന്ന് നോക്കിയപ്പോൾ ഇവിടെ CJP സമരം ചെയ്യുന്നു. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാടെന്ന് പറഞ്ഞ് പുള്ളി അവിടെ വന്ന് നീരാഹാര സമരം കിടന്നു. ചിക്കൻ സൂപ്പ്, ആട്ടു സൂപ്പ്, പിന്നെ പച്ചവെള്ളമാണെന്ന് കാണിക്കുക. ഇടയ്ക്ക് ഒരു വീഡിയോ ഒക്കെ എടുത്തിടും, പച്ചവെള്ളമാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. ഇത് എന്ത് നിരാഹാരമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിരന്തരാഹാര സമരമാകാനാണ് സാധ്യത. അങ്ങനെ പുള്ളി നീരാഹാര സമരം നടത്തുകയാണ്, വെള്ളം മാത്രം കുടിക്കുക. അങ്ങനെ 10-18 ദിവസമായിട്ടും ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാ മൈൻഡ് ചെയ്യാത്തേ? എന്തുകൊണ്ടാണടാ നിന്നെയൊക്കെ ഒരു പട്ടികളും മൈൻഡ് ചെയ്യാത്തേ? ഇവൻ പണ്ടൊരിക്കെ ഇരുന്ന് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ചൈന നമ്മളെ ആക്രമിക്കാൻ വന്ന ഇനി ഞങ്ങൾ ചൈനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കും. ഇവന്റെ തന്തയുടെ തറവാടാണല്ലോ ഇവന് വാതിൽ തുറന്നു കൊടുക്കാൻ. അപ്പൊ ഇവൻ ചൈനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കും, അവര് വന്നോട്ടെ എന്ന് ഞങ്ങളങ്ങ് വെക്കും. ഞങ്ങളാ? എടാ, നീ അവിടെ ചാവാൻ കിടന്നിട്ട് ഒരു പട്ടിയില്ല വരാൻ. വന്നത് തന്നെ ഇന്ത്യയിൽ പോലും ആർക്കും വേണ്ടാത്ത ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ. MA ബേബി സഖാവ് വരുന്നു, AA റഹീം വരുന്നു, പിന്നെ വട്ടപ്പൊട്ടുള്ളൊരു അമ്മച്ചി ഉണ്ടല്ലോ, അവര് വരുന്നു. അങ്ങനെ ഇവരെല്ലാരും വന്നിരിക്കുന്നു. കാര്യം അവരുടെ പാർട്ടിക്ക് എനിക്ക് തോന്നുന്നു CJPക്കുള്ള പിന്തുണ പോലും അവർക്ക് പോയില്ല. എന്നാൽ പിന്നെ പാറ്റയെങ്കിൽ പാറ്റ, പഴുതാരെങ്കിൽ പഴുതാര എന്ന് പറഞ്ഞ് അവരെ കാല് പിടിക്കുക ഇവർ വരുന്നു. ഈ വരുന്നവന്മാരെ കാല് പിടിക്കുക ഇവർ നിൽക്കുന്നു. ആകെപ്പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാല് പിടുത്തം, കെട്ടിപ്പിടിയും, നിലവിളിയും, കരച്ചിലും. അപ്പൊ ഇവന്റെ സ്വഭാവം മനസ്സിലായില്ല. ചൈന ഒരു ശത്രു ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പറയണേ, ഞങ്ങൾ നാളെ ചൈന വന്നാൽ ചൈനയുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ ചെവിക്കലോടൊക്കെ കൊടുക്കോ ഇല്ലേ? നമുക്ക് വേണേൽ പറയാം, ഞങ്ങൾ ഇനി കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യും, BJP ഇങ്ങനെ ചെയ്താൽ, ഞങ്ങൾ അല്ലെങ്കിൽ TMCയെ സപ്പോർട്ട് ചെയ്യും, BJP ഇങ്ങനെ ചെയ്താൽ എന്ന് പറയുന്നത് ഓക്കെ. നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിനുള്ളിലെ പ്രശ്നം, അവിടെയുള്ള കാര്യങ്ങൾ. ഇത് ചൈനയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കും. ഇവ ഒരിക്കലും ഇതുപോലെ കാശ്മീരിനെ എങ്ങനെയെങ്കിലും ഇത് വലിയൊരു പ്രശ്നമാക്കേണ്ട ആവശ്യമുണ്ട്, അവർക്കും കൊടുത്താൽ പോരെ. നമ്മളെ വീട്ടിന്റെ മതില് കെട്ടുമ്പോഴേ ഈ ചരട് വലിച്ച് മതില് കെട്ടുമല്ലോ, അതിൽ കട്ട ഇപ്പുറത്തോ അപ്പുറത്തോ മാറിപ്പോയ അടിയും ബഹളവും നടക്കുന്ന നമ്മുടെ നാട്ടിലെ സകല എണ്ണത്തിനും കാശ്മീർ പാകിസ്ഥാനും കൊടുത്താൽ കുഴപ്പമില്ല. പൊന്നോ, ഇനി അവ അടുത്ത പഞ്ചാബ് വേണമെന്ന് പറയുമ്പോൾ അതും കൊടുത്തേക്ക്. അവന്മാർക്ക് ഓൾറെഡി കൊടുത്തതിൽ കൂടുതൽ അവന്മാരെ കയ്യിൽ ഇപ്പൊ ഇരിക്കുകയാണ്. അതുപോട്ടെ. അപ്പോ ഇതുപോലെ തെമ്മാടിത്തരം പറയുന്നവരെ രാജ്യം തിരിച്ചറിയുന്നു. പിന്നെ വേറെ 2 പ്രധാനപ്പെട്ട സംഭവങ്ങളും കൂടി അവിടെ നടന്നു. നിങ്ങളൊന്ന് കണ്ടുവെക്ക്. ये जो सरकार है, ये जो कर रही है, ये बहुत सालों से कर रही है और हमने देखा है कि ये लोग बस सीता के पति का नाम ले लेके नीता के पति का काम कर रहे हैं। कि जय श्री राम बोलेंगे। मैंने बोला बोलो भाई, मैं जय संविधान बोलूंगा। जय संविधान। നിങ്ങളുടെ സമരം BJPക്കെതിരെ. ഈ സീതാരാമൻ എന്നൊക്കെ പറയുന്നത് അങ്ങനെ BJPയുടെ തറവാട് സ്വത്തോ RSSകാരുടെ തറവാട് സ്വത്തോ ഒന്നുമല്ല. ബട്ട് ദേ ആർ പ്രൊട്ടസ്റ്റിംഗ്. അവർ രാമക്ഷേത്രത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്നു.
അവർ രാമന് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, ഹിന്ദുക്കൾക്ക് വേണ്ടി സമരം ചെയ്യുന്നുണ്ട്, ശരി തന്നെയാണ്. നിങ്ങൾ ഈ അൺവാണ്ടഡ് ആയിട്ട് ഇതിലൊക്കെ കയറി പിടിക്കുമ്പോഴുള്ള പ്രശ്നമാണ് ഈ നിങ്ങളുടെ ഉള്ളിൽ ആരാണുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഒരു അമ്മച്ചി അവിടെ ഗാനാലാപനവുമായി വന്നത്. നമുക്ക് ആ ഗാനം കൂടെ ഒന്ന് കേട്ടു നോക്കാം. बस नाम रहेगा अल्लाह का। इसी लाइन से सबसे ज्यादा दुख हो रहा था राइट विंग को, उनको समझ ही नहीं आ रहा था कि ये हाईएस्ट वेदांत है। अल्लाह का मतलब वो शक्ति जो हम सब में है। बस नाम रहेगा अल्लाह का। മതി. നിങ്ങളെയൊക്കെ ആരാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് ഇവർക്കൊക്കെ എന്താണ്? രാമനെ പറയുന്നവന് ഇപ്പുറത്തോട്ട് നോക്കാൻ തന്നെ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറ്റം പറയാൻ, അതിനെ എന്തെങ്കിലും ഒന്ന് പറയാൻ. കയ്യും കാലും വിറയ്ക്കുകയാണ് നമ്മുടെ നാട്ടിലെ മതേതരവാദികളെ കൊണ്ട്. സെക്യുലറിസ്റ്റുകളുടെ കയ്യും കാലും വിറയ്ക്കും. സെക്യുലറിസം ഹിന്ദുവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മറ്റു മതങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ. അതിൽ എന്താണ് കുമാർ കുണാലോ അങ്ങനെ പറയുന്ന ഒരുത്തനാണ് ആ നിന്ന് പറയുന്നത്. അവൻ പറയുന്നത് രാമന്റെ പതി, സീതയുടെ പതിയുടെ പേരും പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ നിതയുടെ പതി, അതായത് നിത അംബാനിയുടെ പതി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ പണച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവന്മാരും ജിയോ ഫോൺ ഉപയോഗിച്ചിട്ടേ ഇല്ല. ജിയോ സിം തൊട്ട് പോലും നോക്കാത്ത ടീമുകളാണ്. ആദ്യം ജിയോ സിം ഉപയോഗിച്ച് 4G 6 മാസം ഓസിന് ഉപയോഗിച്ചവന്മാരൊക്കെ ഇവന്മാർ തന്നെയാണ്. ഈ ടീമിനാണ് ഇപ്പൊ ബോധോദയം വന്നത് അംബാനി ശരിയല്ലാന്ന്. ഇങ്ങനെ അവസരവാദം പിടിച്ച നാടിനും വീട്ടിനും ഗുണമില്ലാത്തവന്മാരെ പാറ്റകളെന്നല്ലാതെ എന്ത് പിടിക്കും? തലയില്ലാതെ ഈ ജീവി ജീവിക്കും എത്ര വർഷം വേണമല്ലോ. അത് യവന്മാരെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, തലയില്ലാതെ എന്നല്ല, എത്രയോ കോടി വർഷമായിട്ട് പാറ്റകൾ ഉണ്ടത്രേ. യാതൊരു മാറ്റവും ഇല്ല. നമുക്കൊക്കെ മാറ്റങ്ങൾ സംഭവിക്കില്ലേ? നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ, മുതിരുമ്പോൾ, വളർന്നു വരുമ്പോൾ നമ്മളെ തലച്ചോറ് വികസിക്കും, നമുക്ക് കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ തിരിച്ചറിവുകൾ ഉണ്ടാവും. പാറ്റയ്ക്ക് ഒരു മാറ്റമില്ല. എത്രയോ 40 കോടി വർഷമായി. അണുബോംബിനെ അതിജീവിക്കും, പക്ഷെ നോ യൂസ്, ഒരു മാറ്റവും ഇല്ല. ഇങ്ങനെ തന്നെ ഇത് പാറ്റാന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ ജഡ്ജി വിളിച്ചത്. ഇവര് സ്വയം ആ പേര് സ്വീകരിച്ചതും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ വേറൊരു അമ്മച്ചി വന്നിട്ട് ഇവർക്ക് വലിയൊരു പ്രസ്താവന അല്ലെങ്കിൽ ഇവർക്കൊരു പിന്തുണ കൊടുത്തു. ആരാണറിയോ? പേര് കേട്ടാൽ നിങ്ങൾ അറിയും. അവതാര പിറവിയുടെ മുഴുവൻ രൗദ്രഭാവവും ആവാഹിച്ച ആ മൂർത്തിയുടെ പേര് മറ്റൊന്നുമല്ല, അരുന്ധതി റോയ്, നമ്മുടെ പൊന്നമ്മച്ചി. ഈ അരുന്ധതി റോയ് ഒക്കെ ആരാ? ബുക്കർ പ്രൈസ് നേടിയ വാഴക്കയാണ്. ബുക്കർ പ്രൈസ് നേടിയ ആൾക്ക് പിന്നെ എന്തും പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഈ ബുക്ക് 24 hours ബുക്കിൽ പറ്റി കിടക്കണം പറയുന്നുണ്ട്. ഞാൻ ബുക്ക് വായിക്കുകയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ബുക്ക് വായനയാണ്. ഇവൻ ബുക്ക് വായനയാണ്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം എന്നോ എന്താണ് ഒന്നും അറിയില്ല. പുള്ളി ബുക്കിനുള്ളിൽ പ്രധാനപ്പെട്ട ഓരോ വരികളൊക്കെ മനപ്പാടം വെക്കും, കഥാപാത്രങ്ങളൊക്കെ വെക്കും. ഇയാൾക്ക് എന്തെങ്കിലും പ്രസംഗത്തിന് ഉപയോഗിക്കേണ്ട കാര്യമൊക്കെ വെക്കും. ഭയങ്കര വായന, ബുദ്ധിജീവി വായന. അപ്പൊ ഇവർക്കൊക്കെ ഈ അരുന്ധതി റായ് പറഞ്ഞു ഇന്ത്യയിലെ ജനാധിപത്യം ശരിയല്ല. അപ്പോൾ ശരിയല്ല. അങ്ങനെ ചിന്തിക്കുന്ന ഊളകളുടെ എണ്ണം ഈ ഹാർപ്പിക്ക് ഉപയോഗിച്ച് കഴിയണക്കിപ്പോ 1-2 ഉള്ളൂ. ഈ രാജ്യത്ത് കാശ്മീർ ഈസ് നോട്ട് ആൻ ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ആര്? അരുന്ധതി റോയ്. 56 കഷ്ണമായിട്ട് ചെതറും. പാകിസ്ഥാനിൽ പോയി നിന്നിട്ട് പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ഭാഗം, സിന്ധു പ്രവശ്യയോ അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചാബോ, നോട്ട് ആൻ ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പട്ടിയും പറയത്തില്ല. പക്ഷെ ഇവിടുന്ന് പറയും. എന്നിട്ട് ഈ അമ്മച്ചി വേറൊരു മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞ് ഇവരൊക്കെ മനുഷ്യത്വത്തിന് വേണ്ടി മരിക്കും. 1989-90 കാലഘട്ടത്തിൽ കാശ്മീരിൽ നടന്ന കലാപത്തിൽ 30ഓളം പേരെ വെടിവെച്ച് കൊല്ലുകയും അതിൽ 6 പേർ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരായിട്ടുള്ള 6 പേരെ വെടിവെച്ച് കൊന്നു എന്ന് TV ചാനലിന്റെ മുന്നിലിരുന്ന് പറഞ്ഞ തീവ്രവാദി, അവരിപ്പോ ജയിലില്ല, ആ തീവ്രവാദിയുടെ കയ്യും പിടിച്ച് ഇളിച്ചോണ്ട് നിന്ന ആളാണ് അരുന്ധതി റായ്. യു ജസ്റ്റ് എഫ് വേർഡ് മാഡം, എഫ് വേർഡ്, യു ജസ്റ്റ് ഓഫ്, ഗെറ്റ് ഔട്ട്. നിങ്ങൾ അംഗീകരിക്കാൻ ഈ രാജ്യം തയ്യാറല്ല. നിങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം മേടിച്ചടിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്യുന്നത്? യു ആർ ടോട്ടലി വേസ്റ്റ്. ഇനി സോനം വാങ്ചുക്, ഇവനൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, മാഗ്സസേ അവാർഡ്. ഇത് ഈ മാഗ്സസേ അവാർഡ് കൊടുക്കുന്ന എന്തിനാ അറിയോ? ഈ ഫിലിപ്പൈൻസ് ബേസ് ചെയ്തിട്ടുള്ള ഫിലിപ്പൈൻസ് ഗവൺമെന്റിന്റെ ഒരു അവാർഡാണ്. പക്ഷെ ഇതിന്റെ ഹെഡ് ഓഫീസ് എവിടെ? ന്യൂയോർക്കിലാകണ്ടെയാണ്. എന്തെങ്കിലും ആയിക്കൊണ്ടേ, ചവറാണ്. ഒരു രാജ്യത്തിനുള്ളിൽ കലാപം നടത്താൻ ആ രാജ്യത്തിൽ നിന്നും അവർ ദത്തെടുക്കുന്ന ഒരാൾക്ക് ലോകോത്തര അംഗീകാരം ലഭിക്കാൻ അവർ കൊടുക്കുന്നതാണ് ഇമ്മാരി ഗ്രാമി അവാർഡ്, ബുക്കർ പ്രൈസ് അവാർഡ്, മാഗ്സസേ അവാർഡ്. ഇതൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, സാഹിത്യം, എഴുത്ത്, വാഴയ്ക്ക എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ അവരുടെ അഭിപ്രായം ആ രാജ്യത്തിലെ ജനങ്ങൾ കേട്ടോണം. പിന്നെ കേട്ടില്ലെങ്കിൽ ഞങ്ങളെ കാൽനടകളെ വണ്ടി ഓടൂലേ? മാഗ്സസേ അവാർഡ് കൊടുക്കുന്നത് ഭരണ നിർവഹണത്തിലെ സത്യസന്ധതയും ധാർമ്മികതയും, ജനങ്ങളോടുള്ള ധീരമായ സേവനം,
ജനാധിപത്യ സമൂഹത്തിലെ പ്രായോഗികമായ ആദർശവാദം. ഒന്നും പറയണ്ട എന്റെ പൊന്നാളി. അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം ഇവിടെ ജന്തർ മന്ദറിൽ കിടന്ന് ചാകയാണ്. ഒരു പട്ടികളും മൈൻഡ് ചെയ്യുന്നില്ല. രാഹുൽ ഗാന്ധി പോകുന്നില്ല, TMC പോകുന്നില്ല, ആരും പോകുന്നില്ല. ആകെ പോണത് ഈ ഇടതുപക്ഷ ഡിമാലന്മാരാണ്. ഇപ്പൊ അവിടെ ഇരിക്കുന്ന പിള്ളേരും ഒക്കെ ആ JNUലുള്ള SFIക്കാരാണ്. മറ്റേ നമ്മുടെ ഗഞ്ചറേഡി ടീം ഉണ്ടല്ലോ, ഈ പണ്ട് ഞങ്ങൾ കാണുന്ന സൈക്കിൾ യജ്ഞക്കാരാണ്. ഇപ്പൊ പ്രധാനമായിട്ടും അത് ഏറ്റെടുത്തിരിക്കുന്ന JNUയിലെ SFIക്കാരാണ്. എന്തായാലും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപം കുറെ കാലം കൂടെ നമുക്ക് കാണാം. ഇവിടെ പ്രകാശ് രാജ് പോയിട്ട് പോക്കൃത്തരം പറഞ്ഞു. അതിന് ജയ് സംവിധാൻ, ജയ് ശ്രീറാം. പുള്ളി ഏത് വിഭാഗത്തിലാണെന്ന് അറിയില്ല. പുള്ളി ഇടയ്ക്ക് വെച്ച് ഈ ക്രിസ്ത്യൻ മിഷണറികളുടെ കയ്യാളാണെന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. പുള്ളിയുടെ അമ്മയുടെ മരണച്ചടങ്ങ് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടത്തിയപ്പോൾ അത് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ പോയിന്നേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ മോളുടെ കൊച്ചിന്റെയോ ആരുടെ ചോറ് കൊണ്ട് മൂകാംബിക നിൽക്കുന്നുണ്ട് കൊച്ചിനെ എടുത്തുകൊണ്ട്. അപ്പോഴും പറഞ്ഞു എൻ്റെ വീട്ടുകാരുടെ സന്തോഷത്തിലാണ്. എടാ അങ്ങനെ തന്നെടാ പുല്ലേ. ഇവിടെ എല്ലാവരുടെയും അച്ഛനമ്മമാർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ട്. അതീ കയറി ചൊറിഞ്ഞിട്ട് പിന്നെ നിന്റെ അമ്മയ്ക്കും നിന്റെ പിള്ളേർക്കും വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഈ തൊലിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അമ്മാരി കൊണഞ്ഞമാരുണ്ടല്ലോ, നട്ടലില്ലാത്ത ഉള പരിപാടി അതൊന്നും നമുക്കില്ല. നമ്മൾ അന്നും ഇന്നും ഹിന്ദുത്വ ദേശീയവാദം. ബിക്കോസ് അതിന് മാത്രമേ സ്വയം പരിവർത്തനം ചെയ്യാനുള്ള കഴിവുള്ളൂ. അവർക്ക് മാത്രമേ സ്വയം വിമർശിക്കാനും സ്വന്തം ഗ്രന്ഥങ്ങളെ വിമർശിക്കാനും അതിൽ നിന്നും പുതിയൊരു വഴി തുറന്നെടുക്കാനും അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ദൈവം മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ വാക്കുകൾ കമ്പോട് കമ്പ് വിമർശിച്ച് നിനക്ക് യുക്തമെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കാമെന്ന്. ഓക്കെ, അത് ഞങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത്. അല്ല നിന്നെ പോലെ അങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ആ പരിപാടി നമുക്കില്ല. എന്നൊക്കെ വന്നിട്ട് ഓരോ സമരം ധർമ്മേന്ദ്ര പ്രധാന മാറ്റാൻ നാളെ ഇപ്പൊ ഞാൻ പട്ടിണി നടന്നപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ മാറി, എന്നാ പിന്നെ രാഹുൽ ഗാന്ധി വിചാരിക്കും എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ, മോദി മാറിയിട്ട് എന്നെ പ്രധാനമന്ത്രിയൊക്കെ അങ്ങനെയൊക്കെ വിചാരിക്കൂലേ? എടോ, അതിന് വേണ്ടിയിട്ടാണ് ജനാധിപത്യം വെച്ചിരിക്കുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ 5 വർഷം വരെ ഗവൺമെന്റിന് ആയുസുള്ളൂ. ആ 5 വർഷം അവർ ഭരിക്കുന്നതിൽ അവർക്കുണ്ടാവുന്ന വീഴ്ചകളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജനം അവരെ മാറ്റണം. ഇതാണ് ജനാധിപത്യം. അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ജനം അവരെ തുടരാൻ അനുവദിക്കും. ഇതാണ് ജനാധിപത്യം. ഈ പട്ടിണി കടന്ന് ചാവുക, സമരം ചെയ്ത് ചാവുക, ഈ ഇതുപോലെയൊക്കെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുക, ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനാധിപത്യ പ്രക്രിയ തന്നെ വെച്ചിരിക്കുന്നത്. പിന്നെ സമരം ചെയ്യാം, ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടാത്തൊരു കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താം, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം, നമുക്കൊരു പ്രക്ഷോഭം നടത്താം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഭരണകൂടത്തിനെ ഒന്ന് നിങ്ങളുടെ എതിരെയാണ് ജനം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സമരങ്ങൾ നടത്താം. അല്ലാതെ ഇവിടെ കിടന്ന് പട്ടിണി കിടന്നിട്ട് ഇന്നാള് മാറിയാലേ ഞാൻ വെള്ളം കുടിക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. അത് നീ മാറിയാലും മാറിയില്ലെങ്കിലും 5 കൊല്ലം കഴിയുമ്പോൾ ഇലക്ഷൻ നടക്കും. അപ്പോൾ എന്താ സംഭവിക്കേണ്ടത് സംഭവിക്കും. ഞാൻ എവിടെ കിടന്ന് ചത്ത എടുത്തു കുഴിച്ചിടും. 3 ദിവസത്തിന്റെ അപ്പുറം ഈ വാർത്ത പോകത്തില്ല. ഇനി ഈ പ്രേക്ഷകരോട് ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്തരം ആൾക്കാരെ മോദി ആന്തോളൻ ജീവികളെന്ന് വിളിക്കും. മോദിജിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആന്തോളൻ ജീവിയാണ് മേധാ പട്കർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നർമ്മദാ ബച്ചാവോ ആന്തോളൻ. അയ്യോ, നർമ്മദ നദിക്ക് കുറിയ ഒരു ഡാം കിട്ടാൻ പോകുന്നു, അതോടുകൂടി അവിടുത്തെ വനമേഖലകൾ മുങ്ങിപ്പോകുന്നു, അവിടെയുള്ള ആദിവാസികൾ, സാധാരണക്കാർ, കർഷകർ, ഇവർക്കൊന്നും വേണ്ടത്ര ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്നില്ലേ? അവർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൊടുക്കണമേ. ആനുകൂല്യങ്ങൾ കൊടുക്കും, അത് ഗവൺമെന്റ് ധാരണയായിട്ടുണ്ട്. അവരുടെ ഭൂമി, അവരുടെ വസ്തുവിന്റെ നിലവിലെ വില, അതിന് എത്ര കൊടുക്കണം, അവരുടെ വീട്, അവർക്ക് എവിടെ പുനരധിവാസം കൊടുക്കണം, ഇതെല്ലാം ഗവൺമെന്റ് പ്ലാൻ ഉണ്ട്. അയ്യോ അങ്ങനെ ചെയ്യരുതേ. നമ്മുടെ നേരത്തെ കോക്രോച്ച് പാർട്ടിയുടെ ലവണ്ടല്ലോ അഭിജിത്ത് DK പോയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, എന്നെ അറസ്റ്റ് ചെയ്തല്ലേ, പോലീസുകാർ ഇങ്ങനെ തട്ടിക്കളയണ ആറിപ്പോ ശല്യം, പോലീസുകാർ അടിച്ചു കളഞ്ഞിട്ടും യവൻ കിടന്ന് അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, അയ്യോ എന്നെ അറസ്റ്റ് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്ന കണക്ക്. അതുപോലെ ഈ മേധാ പട്കർ, അയ്യോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണേ, അയ്യോ അവർക്ക് എന്തെങ്കിലും കൊടുക്കണേ, കൊടുക്കും, പെണ്ണും പിള്ളേ കൊടുക്കും. ഇവരാൾക്കാരെയൊക്കെ കൂട്ടി ആ പാവങ്ങളെ മുഴുവൻ അവിടെ ഇറക്കി, 400ഓളം കുടുംബങ്ങളെ കൊണ്ടായിരുന്നിട്ട് ഇവരെയൊക്കെ ഇറക്കി സമരം, അത് ഇത്. ഈ പ്രോജക്റ്റ് വന്നാലേ സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുള്ളൂ. ഗുജറാത്ത് ഭൂമി ഉലുക്കം, ഗോദ്ര കലാപം ഒക്കെ കഴിഞ്ഞിട്ടും അതിനു മുമ്പ് തന്നെ 1960-ൽ തുടങ്ങിയതാട്ടോ ഈ സർദാർ സരോവർ ഡാമിന്റെ പരിപാടികളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കനാൽ ശൃംഖലകളും. 1960 നമ്മുടെ ഈ ആലപ്പുഴ കൊല്ലം ബൈപ്പാസ് കണക്കെ 1970-ൽ അങ്ങോട്ട് ചെയ്തിട്ട് ഇപ്പോൾ മോദി വന്നപ്പോഴല്ലേ തീർന്നു. അതുപോലെ അങ്ങനെ 2000 മുതൽ 2014 വരെയുള്ള മോദിയുടെ ആ ഭരണ കാലഘട്ടത്തിലാണ് ആ ശൃംഖല മുഴുവൻ തീർത്ത് അത് ഫിനിഷ് ചെയ്യുന്നത്. പക്ഷെ എന്നിട്ടും ഈ ഡാമിന്റെ ഉയരം കൂട്ടാനോ അതിന്റെ വെള്ളത്തിന്റെ പരിധി കൂട്ടാനോ ഒന്നും മൻമോഹൻ സിംഗ് സർക്കാർ സമ്മതിച്ചില്ല. പിന്നെ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം നിയർലി 2017-18 ആ സമയത്താണ് തോന്നുന്നത്, എനിക്ക് ഡേറ്റ് കൃത്യം ഓർമ്മയില്ല, അതിന്റെ ഫുൾ പണിയും തീർത്ത് അതിന്റെ ജലനിരപ്പ് ഫുള്ളായിട്ട് അതിന്റെ മൊത്തം കപ്പാസിറ്റിയിലോട്ട് എത്തിച്ചത്. നിങ്ങളൊന്ന് ഓർക്കണം, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും. ഇവരങ്ങ് കോടതി പോവുകയാണ്, ഇവർക്ക് പുനരധിവാസം വേണം. ഇവര് ഗവൺമെന്റ് പറയുന്നുണ്ട് ചെയ്യാം. നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മുടെ ഈ റോഡ് നാഷണൽ ഹൈവേ NH 66 അല്ലേ,
ഇത് എത്ര കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. ഏതൊക്കെ വാഴപ്പണ വഴിയാണ് ഈ സാധനം പോയിരിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള റോഡ് മാത്രമല്ല, പുതിയതായിട്ട് വളവ് നിവർത്തിയപ്പോ റോഡേ ഇല്ലാത്ത മേഖലയിൽ കൂടെ ഇത് പോയി. അവർക്ക് എല്ലാവർക്കും പൈസ കിട്ടിയില്ലേ? കിട്ടിയോ? ഇല്ലേ? കിട്ടി. ഇതുപോലെ കൊടുക്കും. പക്ഷേ കൊടുക്കണേ എന്ന് പറഞ്ഞ് ഇവര് കോടതിയിൽ പോയി സ്റ്റേയും മേടിച്ചു. ഒന്നും പറയണ്ട. അവർ കാരണം ആ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് നിങ്ങൾ കാണണം. നർമ്മദാ നദിയുടെ സർദാർ സരോവർ ഡാമുമായി ബന്ധപ്പെട്ടിട്ട് ഗുജറാത്തിന്റെ ഇപ്പുറത്തെ, അതായത് മധ്യപ്രദേശിന്റെ അതിർത്തി മുതൽ ഏറ്റവും ഒടുവിൽ ഗുജറാത്തിന്റെ കൈയില്ലേ, പാകിസ്ഥാനോട് ചേർന്നിട്ടുള്ള അവിടെ വരെ ഈ നെറ്റ്വർക്ക്, ഈ കനാൽ നെറ്റ്വർക്കിലൂടെ അവർ വെള്ളം എത്തിച്ചത്. എത്ര ലക്ഷം പേർക്ക് ജോലി ലഭിച്ചു. അവരുടെ ഭൂമിക്കെല്ലാം പൊന്നും വില. ഭൂമിയൊക്കെ വരണ്ടുണങ്ങിയ ഭൂമികളാണ്. വരൾച്ച, വെള്ളമില്ല, കൃഷിയില്ല. മഴ പെയ്താൽ ഒരു സീസണിലേ കൃഷിയുള്ളൂ. ആ ഒരു സീസൺ പ്രതീക്ഷിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. ഇപ്പോൾ അവർ 3 വിളകൾ എടുക്കുന്നുണ്ട്. 3 വിളകൾ. അവരുടെ ഭൂമിക്ക് വില കൂടി, കർഷകർക്ക് വരുമാനം കൂടി, ചെറുതും വലുതുമായിട്ടുള്ള വ്യവസായശാലകൾ നിറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ ഈ വെള്ളം ഉണ്ടെങ്കിലല്ലേ ഒരു കാറ് കമ്പനി, ഒരു ബൈക്ക് കമ്പനി, എന്തെങ്കിലും കമ്പനി തുടങ്ങണം. വെള്ളം വേണ്ടേ? ഈ സാധനം അവിടെ വരാൻ തുടങ്ങിയതിനു ശേഷം ഇഷ്ടം പോലെ സ്ഥാപനങ്ങൾ വന്നു. എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും വന്നു. തൊഴിൽ മേഖല വർദ്ധിച്ചു. രാജ്യത്തിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത് എന്ന് PSC ചോദിച്ചാലും അതിന്റെ ഉത്തരം ഗുജറാത്താണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഈ മനുഷ്യന്റെ ഈ കഠിനാധ്വാനമാണ്. ഈ ശൃംഖല, അതായത് ഈ നർമ്മദ ശൃംഖല മുഴുവൻ, അതിന്റെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. എവിടെയാണ് ഡാം തുടങ്ങുന്നത്, എങ്ങോട്ടാണ് ഇത് പോകുന്നത്, എത്ര കൈവഴികളായിട്ട്. സൗരാഷ്ട്ര, കച്ച്, വടക്കൻ ഗുജറാത്ത് മേഖലകൾ എന്ന് പറയുന്നത് വളരെ വരൾച്ചയുള്ള, വെള്ളം പോലും കിട്ടാനില്ലാത്ത നാടാണ്. അവിടെയെല്ലാം ഇപ്പോൾ ഈ വല്ലപ്പോഴും ടാങ്കർ ലോറിയെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ അവിടെ പൈപ്പ് വെള്ളം എത്തി. പൈപ്പ് വെള്ളം. നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ പുച്ഛം തോന്നും. അങ്ങനെ പുച്ഛം തോന്നാൻ പാടില്ലാത്ത ആൾക്കാർ കേരളത്തിന്റെ പല മൂലകളിലുണ്ട് കേട്ടോ. പൈപ്പ് വെള്ളം എന്ന് കേൾക്കുമ്പോൾ പുച്ഛം തോന്നേണ്ടാത്ത ആൾക്കാർ. 1450 മെഗാവാട്ടാണ് അവിടെ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി. ഇതിന്റെ 1.5 ഇരട്ടിയാണ് മഴക്കാലത്ത് അതിലൂടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി. ഈ വൈദ്യുതി ഷെയർ ചെയ്യുന്നത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, മധ്യപ്രദേശ്. ഇതിന് സർദാർ സരോവർ മെയിൻ ഡാം, പിന്നെ അത് കഴിഞ്ഞിട്ട് 458 കിലോമീറ്റർ നീളമുള്ള സർദാർ സരോവർ മെയിൻ കനാൽ. എത്ര? 458. അതിന്റെ വലിപ്പം അറിയണമെങ്കിൽ കേരളത്തിന്റെ സ്ട്രെയിറ്റ് ലെങ്ത് എത്ര അറിയോ? 510 കിലോമീറ്റർ ആണ്. ആലോചിച്ച് നോക്കിയേ. പിന്നെ ബ്രാഞ്ച് കനാൽ, ഡിസ്ട്രിബ്യൂഷൻ കനാൽ, അങ്ങനെ എല്ലാം കൂടി 66,000 മുതൽ 70,000 കിലോമീറ്റർ വരെ നീളമുള്ള കനാൽ ശൃംഖല. ഇത്രയും ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം ഗുജറാത്തിനെ വലിയൊരു വ്യവസായ സംസ്ഥാനമാക്കി മാറ്റിയത്, കാർഷിക സംസ്ഥാനമാക്കി മാറ്റിയത്. ആൾക്കാർ ഉപേക്ഷിച്ചു പോയ ഗ്രാമങ്ങളിൽ, ഉപേക്ഷിച്ച് പോയവരെ തിരിച്ചു കൊണ്ടുവന്ന ഗ്രാമങ്ങളിൽ വെള്ളം എത്തിച്ചതെല്ലാം ഈ മനുഷ്യന്റെ ഈ അധ്വാനമാണ്. അതിനെയാണ് ഈ മേധാ പട്കർ ഇത്രയും കാലം തടഞ്ഞു വെച്ചത്. ഇവരൊക്കെ ആരുടെ കാശ് മേടിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോൾ ഇതേ മേധാ പട്കർ അവിടെ ഇറങ്ങി ചെന്നിട്ട് ആൾക്കാരുടെ അടുത്ത് ഇനി ഒരു ഡാമിനെതിരെ സമരം ചെയ്താൽ അവർ ചാണകം മുക്കിയ ചൂലിനടിക്കും. ചാണകം മുക്കിയ ചൂലിന്. ഇനി കേരളത്തിലുള്ള ആൾക്കാരുടെ അറിവിനോട് കൂടി ഞാൻ ഒരു സാധനം പറയട്ടെ. ഇത് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. കൽപ്പസാർ പ്രൊജക്ട് എന്ന് പറഞ്ഞ പ്രൊജക്ട് നടപ്പുണ്ട്. അത് ഗുജറാത്തിനും ഗുജറാത്തിന്റെ ഒരു കൈയില്ലേ, ഈ ഒരു ഇടുക്ക് മാപ്പിൽ കണ്ടാൽ മനസ്സില്ല. ഗുജറാത്തിന്റെ ആ കൈയും ഇന്ത്യയുടെ മെയിൻ ബോഡിയും തമ്മിലുള്ള ഇടുക്ക്, ആ ഭാഗത്ത് ഏകദേശം 64 കിലോമീറ്റർ നീളം വരുന്ന ഒരു ഡാം പണിയുന്നുണ്ട്. കൽപ്പസാർ പ്രൊജക്ട്. 1,33,246 കോടി രൂപ വരുന്ന പ്രൊജക്റ്റ് ആണ് ഇത്. ട്രെയിനോ കാറോ ബസ്സോ ഒക്കെ പോകാൻ പറ്റുന്ന വലിയ റോഡാണ് ഈ ഡാമിന്റെ മേലപ്പടെ നിർമ്മിക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ ഈ ഗുജറാത്തിന്റെ ഈ ഒരു കോർണർ, ഇത് ഗൾഫ് ഓഫ് കമ്പത്ത് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ വരുന്ന കുറെ നദികളുണ്ട്. നർമ്മദ നദി, മഹി നദി, ധാദർ നദി, സബർമതി നദി. ഇതിൽ നിന്നുള്ള വെള്ളമെല്ലാം അവിടെ വന്ന് ഇറങ്ങാണ്. അപ്പോൾ അവിടെ വർഷത്തിൽ എല്ലാ വർഷവും മഴക്കാലത്ത് വരുന്ന വെള്ളം മുഴുവൻ വെറുതെ കടലിലോട്ട് ഒഴുകി പോവാണ്. പകരം അതിനെ അവിടെ തടഞ്ഞു നിർത്തി ഈ വരുന്ന വെള്ളം മുഴുവൻ അവിടെ സംഭരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭാഗം അത്രയും ശുദ്ധജലമാകും. അപ്പോൾ ഈ കടലിലെ ഉപ്പ് കരയിലേക്ക് കയറി അവിടെയുള്ള കൃഷി നശിക്കുന്നത് കുറയും. കാലം പോക്കിൽ അതൊരു സാധാരണ ലാൻഡായി മാറും. അവിടെ കൃഷി ഉണ്ടാകും. ധാരാളം ശുദ്ധജലം ശേഖരിക്കാൻ പറ്റും. അത് ഈ നർമ്മദയുടെ മുൻപുണ്ടാക്കിയ കനാലുകളുമായിട്ട് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഇനിയും വെള്ളത്തിന്റെ സ്രോതസ് ഒരുപാട് വർദ്ധിക്കും, കൃഷി ഒരുപാട് വർദ്ധിക്കും, ധാരാളം വ്യവസായശാലകൾ വരും. ഇതിനെതിരെ ഇനി അവിടെ ഒരു സമരത്തിന് ഇതുപോലെ മേധാ പട്കറിന് ചെല്ലാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ഈ ആന്തോളൻ ജീവികളിൽ പെടുന്ന ആൾക്കാർ സമൂഹത്തിൽ എപ്പോഴും ചെയ്യുന്നത്, ഇവനൊക്കെ എവിടെന്നെങ്കിലും വല്ല കോണാത്തിൽ അവാർഡ് മേടിച്ചുകൊണ്ട് വരിക, എന്നിട്ട് അരുന്ധതി റോയ്, തീവ്രവാദിയുടെ കൈയും പിടിച്ച് ഇളിച്ചുകൊണ്ട് നിന്ന അരുന്ധതി റോയ്, രാജ്യത്തിനെതിരെ 24 മണിക്കൂറും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പ്രകാശ് രാജ്, പിന്നെ ഇന്ത്യയെ തന്നെ 16 കഷ്ണമാക്കി കളയണം എന്ന് പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര്, ഇവരുമായിട്ടൊക്കെ കൈകോർത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു സമരം ചെയ്താൽ അത് വിജയിക്കുന്നു കരുതുന്നുണ്ടോ?
പട്ടിയുടെ വില തരില്ല, പട്ടിയുടെ വില. രാജ്യം ഇപ്പോൾ നടത്തുന്ന ഒരു ജയന്റ് ലീപ്പാണ്. 1980-കളിൽ തുടങ്ങി 2026 വരെ എത്തിയപ്പോൾ 46 വർഷം കൊണ്ട് ചൈന എടുത്ത നേട്ടത്തിനെ ഇന്നും നമ്മുടെ രാജ്യമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരുപാടെണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. ആ 46 വർഷം കൊണ്ട് എത്തിക്കേണ്ട ആ വികസനം മോദിക്ക് 10 വർഷം 12 വർഷം കൊണ്ട് എത്തിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്നിരുന്നാലും 2047 ആകുമ്പോഴെങ്കിലും വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു വലിയ ടാർഗറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത്തരം കീടങ്ങൾ വരും. ഈ കീടങ്ങളെ കൂടെ നിൽക്കാൻ ഇപ്പോൾ ആളുണ്ടാവില്ല. സോനം വാങ്ചുക്കിന്റെ ഗതി അതോ ഗതി. CJP എന്ന് പറയുന്നത് വെറും ഊള പാർട്ടി, അത് പാർട്ടിയെ അല്ല. ഒരു ചെക്കന് ഇന്ത്യയിലേക്ക് വന്നു കയറാൻ വേണ്ടിയിട്ട് അവന് പണ്ടൊരു കേസ് അവന്റെ പേരിലുണ്ട്. അപ്പോ ഇവിടെ വരുമ്പോ ഇവൻ BJPക്കെതിരെ സംസാരിച്ചുകൊണ്ടാണ് ഇവനെ എടുത്ത് അകത്തിട്ടത് എന്നുള്ളൊരു രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ അണ്ണം കളിച്ചൊരു കളിയാണ്. കുറച്ചു കാലം കഴിയുമ്പോൾ സോനം വാങ്ചുക്ക് ആശുപത്രിയിലാവും. പിന്നെ ആ ചുക്ക് അവിടെ നിന്ന് ലഡാക്കിലോട്ട് പോകും. നിന്നെ ദീപ് കെ സാവധാനം ജയിലിലേക്ക് പോകും. അങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പരിസമാപ്തി. ജയ് ഹിന്ദ്.